കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. കുന്നംകുളത്ത് മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ആർത്താറ്റ് നാടഞ്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. മരിച്ച സിന്ധുവിന്റെ അനിയത്തിയുടെ ഭർത്താവും പ്രതിയുമായ മുതുവൽ സ്വദേശി കണ്ണനെ ചീരംകുളം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും നാട്ടുകാർ പിടികൂടി. സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. ആർത്താറ്റ് സ്വദേശിയായ മണികണ്ഠന്റെ ഭാര്യ സിന്ധു തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് കൊല്ലപ്പെടുന്നത്. മണികണ്ഠൻ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ സമയത്തായിരുന്നു കൊലപാതകം. സമീപത്തെ വീട്ടുകാർ ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു. തുടർന്ന് ഭർത്താവ് എത്തിയപ്പോഴാണ് കൊലപാതകം പുറത്തറിയുന്നത്. കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാൾ ഇവിടെ നിന്നും കൊലപാതക ശേഷം രക്ഷപ്പെട്ടു എന്നത് അപ്പോഴേക്കും പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്തു. ഇവരുടെ വീടിനു പുറകിലെ പാടം വഴി രക്ഷപ്പെട്ട പ്രതി ചീരംകുളം ക്ഷേത്രത്തിന് സമീപത്തെ പാടത്ത് തോട്ടിലിറങ്ങി കുളിക്കുകയും വസ്ത്രത്തിലുണ്ടായിരുന്ന രക്തം കഴുകിക്കളയുകയും ചെയ്തിരുന്നു. ആഭരണങ്ങളുടെ രക്തക്കറകളും നീക്കി. തുടർന്ന് നനഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് റോഡിലൂടെ ഇയാൾ നടന്നു നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആനായിക്കൽ പ്രദേശത്തെ യുവാക്കൾ സംശയം തോന്നി ഇയാളെ തടഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത്. കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ താഴെ വീഴുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തുകയും പ്രതിയെ കൈമാറുകയും ചെയ്തു. മരിച്ച സിന്ധുവിന്റെ അനിയത്തിയുടെ ഭർത്താവാണ് മുതുവര സ്വദേശിയായ കണ്ണൻ. ഇയാൾ വെൽഡിംഗ് തൊഴിലാളിയാണ്. സിന്ധുവിന്റെ വീട് മുതുവരയിൽ. സാമ്പത്തികമായി നല്ല രീതിയിൽ ജീവിക്കുന്ന സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണം കവരുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇയാൾ എത്തിയത് എന്ന് പോലീസ് പറയുന്നു. കൊലപാതകത്തിന് വലിയ കത്തി വാങ്ങി കരുതിയാണ് ഇയാൾ എത്തിയിരുന്നത്. കൊലപാതകം നടന്ന് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതി പിടിയിലായതിന്റെ വലിയ ആശ്വാസത്തിലാണ് പോലീസ്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം സംഭവസ്ഥലത്ത് നിന്നും മാറ്റി. കുന്നംകുളം ACP സന്തോഷ്, SHO ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ആര്യലക്ഷ്മി, ആദർശ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.